നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് സംഘം നഗരസഭയിലെത്തി രേഖകൾ പരിശോധിച്ചു. കോട്ടയം നഗരസഭയിൽ സാമ്പത്തിക അഴിമതിയെന്ന് പ്രതിപക്ഷം. ചെയർപേഴ്സണെ ഉപരോധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. വയനാട് പാഠം. ദേശീയ പ്രകൃതി ദുരന്ത ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകണമെന്ന് ജോസ് കെ മാണി MP. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്നും 3 കോടി രൂപ തട്ടിപ്പ് നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടങ്ങി. നഗരസഭ ഓഫീസിൽ പോലീസ് സംഘം എത്തി പരിശോധന നടത്തി. കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ കൊല്ലം സ്വദേശി അഖിൽ സി വർഗീസ് നഗരസഭയുടെ പെൻഷൻ അക്കൌണ്ടിൽ നിന്നും 3 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പോലീസ് സംഘം കോട്ടയം നഗരസഭ ഓഫീസിലെത്തി പരിശോധന നടത്തി. നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ തേടിയ സംഘം പണമിടപാട് രേഖകൾ അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. തട്ടിപ്പ് പുറത്തുവരുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ അഖിൽ കോട്ടയം നഗരസഭ ഓഫീസിൽ എത്തി താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടർ, ഫയൽ അടക്കമുള്ളവ കൈകാര്യം ചെയ്തിരുന്നതായാണ് അറിവ്. ഇതും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രതി അഖിലിന്റെ കൊല്ലത്തെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുവാനാണ് നീക്കം. കോട്ടയം വെസ്റ്റ് SHO പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. കോട്ടയം നഗരസഭയിലെ മുൻ ഉദ്യോഗസ്ഥനും ഇപ്പോൾ വൈക്കം നഗരസഭയിലെ ക്ലർക്കുമായാണ് അഖിൽ സി വർഗീസ് ജോലി ചെയ്യുന്നത്. വാർഷിക സാമ്പത്തിക കണക്കെടുപ്പിലാണ് തട്ടിപ്പ് വിവരം പുറത്തായത്. അഖിലിന്റെ അമ്മ P ശ്യാമളയുടെ പേരിലുള്ള അക്കൌണ്ടിലേക്കാണ് പണം അയച്ചത്. പ്രാഥമിക അന്വേഷണത്തിലാണ് 3 കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിൽ സാമ്പത്തിക അഴിമതിയെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സണെ ഉപരോധിച്ചു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ നേതൃത്വം നൽകി. കോട്ടയം നഗരസഭയിൽ പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി മുൻ ജീവനക്കാരൻ 3 കോടി രൂപ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് ചെയർപേഴ്സണെതിരെ പ്രതിഷേധവുമായി നഗരസഭാ പ്രതിപക്ഷം. വെള്ളിയാഴ്ച രാവിലെ പ്രതിപക്ഷാംഗങ്ങൾ ചെയർപേഴ്സൺ മിൻസി സെബാസ്റ്റ്യനെ ഉപരോധിച്ചു. നഗരസഭ സാമ്പത്തിക അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. കോട്ടയം നഗരസഭയിൽ നടന്ന അഴിമതിക്ക് ഉത്തരവാദി ആരെ സഹായിക്കാനാണ് ഇത്തരത്തിലുള്ള സമരാഭാസങ്ങള് കോട്ടയം MLA-യുടെ നേതൃത്വത്തിൽ UDF-ന്റെ കൗൺസിലർമാര്, UDF അംഗങ്ങള് നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഞങ്ങളിവിടെ പറയുന്നത് ചില്ലി കാശ് പോലും പൊതുജനത്തിന് പോകാൻ പാടില്ല. പൊതുജനങ്ങൾ എണ്ണിക്കൊടുക്കുന്ന നികുതി പണം ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. അത് കട്ടുമുടിക്കാൻ, കൈയിട്ട് വാരുവാൻ ആർക്കെങ്കിലും അവസരം കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് കൊടുക്കുന്നവരും ഇതിന് ഉത്തരവാദികളാണ്. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ഷീജ അനിൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പ്രകൃതി ദുരന്ത ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകണമെന്ന് ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബില്ല് സംബന്ധിച്ച ചർച്ചയിലാണ് ജോസ് കെ മാണി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വയനാടിന് സമാനമായ പ്രകൃതി ദുരന്ത മേഖലയിൽ സർവ്വസജ്ജ രക്ഷാപ്രവർത്തനം ഉടൻ സാധ്യമാക്കുന്ന ദ്രുതരക്ഷാ സേനയ്ക്ക് ദേശീയ തലത്തിൽ രൂപം നൽകണമെന്ന് കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ നടന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഭേദഗതി ബിൽ 2024 ചർച്ചയിലാണ് ജോസ് കെ മാണി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പ്രകൃതി ദുരന്ത സ്ഥലത്തേക്ക് കുതിച്ചെത്തി നിമിഷങ്ങൾക്കുള്ളിൽ ജീവരക്ഷാ പ്രവർത്തനം കഴിയുന്ന സമഗ്ര സംവിധാനമാണ് വേണ്ടതെന്നും ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടു. I would like to ask this Section 44A enabling provision for constitution of STRF. What was earlier? What is the amendment you made on this? And the second question is whenever there's a disaster takes place, could be an earthquake, could be a landslide, could be a flood. At the state level, probably we do not have the, by the time the first thing is rescue them. So the time taken for the center team or the expert team to come over there will take a long time. By the time the full damage would have been done, so generally it will take 1 day, 2 day, probably. But communication with the sender and the state will take time, whether it is very severe or not. But do you have any provision to have an expert team? For the flood is different, for the earthquake is different, the landslide is different. So some of the state level immediate you can act on it. Some provisions of some system should be made for that. Especially in the event of what happened in Wayanad recently, so more than about 400 people, including the missing, are dead. So this is sort of things happening in everywhere in the country now. So what is the system? Immediate rescue team should be there. Any arrangement is being done. And what about the amendment in the constitution? What was there earlier and what is now enabling?
വയനാട് പോലുള്ള വൻ ദുരന്തങ്ങൾ രാജ്യത്ത് ഇത്തരം പൊതുസംവിധാനത്തിന്റെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കോൺഗ്രസ് വർക്കിംഗ് സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. കോൺഗ്രസ് വർക്കിംഗ് സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജില്ലയിൽ INTUC പ്രസ്ഥാനം കെട്ടിപ്പടുക്കുമ്പോൾ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിസ്തുലമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോട്ടയം ജില്ലയിൽ INTUC പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് നിസ്തുലമാണ്. ഒരു കാലത്ത് തൊഴിലാളി മേഖലയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന ഈ ചന്തക്കടവ് പ്രദേശങ്ങളും കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളും INTUCയുടെ സ്വാധീന വലയത്തിലേക്ക് വന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് അധ്യക്ഷനായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KC ജോസഫ് വാഴയ്ക്കൽ, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിയൻ മാത്യു, PP തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കി സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തല ശില്പശാല നടന്നു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പ്രവർത്തന പരിപാടി ചിട്ടപ്പെടുത്തുന്നതിനുമായാണ് ശില്പശാല നടന്നത്. പഞ്ചായത്ത് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിന്റെ രീതിയിലേക്ക് ഗ്രാമം മാറുന്നത് മാലിന്യം വർദ്ധിക്കുന്നത് കാരണമായതായും ഉറവിട മാലിന്യ സംസ്കരണം അത്യാവശ്യമാണെന്നും അഡ്വക്കേറ്റ് CR ശ്രീകുമാർ പറഞ്ഞു. ജൈവ മാലിന്യങ്ങൾ എവിടെയാണോ ഉണ്ടാവുന്നത് ആ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. വളരെ ലളിതമായ രീതിയിൽ ഒരു വലിയ പ്രശ്നത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി ഈ മാർഗത്തിലൂടെ കഴിയും. കാരണം എന്റെ വീട്ടിൽ, എന്റെ കടയിൽ, എന്റെ പഞ്ചായത്തിൽ ഉള്ള ജൈവ മാലിന്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്, കുറവാണ്. അപ്പൊ ഞാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്റെ വീട്ടിലുള്ള ജൈവ മാലിന്യങ്ങൾ വളരെ ഗുണകരമായ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതിനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യയുണ്ട്. ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് തന്നെ ജീവൻ പോലെയുള്ള ഉപാധികൾ 14,500 രൂപ വിലയുള്ള സാധനം 430 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ എത്തിക്കാനുള്ള വലിയ പദ്ധതി, ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുക. അപ്പൊ ആ ഒരു ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി ജീവനോ അല്ലെങ്കിൽ ജൈവ കമ്പോസ്റ്റ് പിറ്റുകൾ ഒരു പൈസയും മുടക്കാതെ ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ വീടുകൾക്കും നിർമ്മിച്ചു തരുവാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ അത്തരം സംവിധാനങ്ങൾ നമ്മളെല്ലാം ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ജൈവ മാലിന്യങ്ങൾ ഒരു കൂമ്പാരമായി മാറില്ലെന്ന് മാത്രമല്ല ഉറവിടങ്ങളിൽ തന്നെ ഭംഗിയായി സംസ്കരിച്ച് ഒന്നാം തരം വളമായി മാറ്റുവാനും നമ്മുടെ പച്ചക്കറിക്കും ചെടികൾക്കും കൃഷികൾക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വളരെ ചെറിയ ഉദ്യാനത്തിൽ നമുക്ക് മാറ്റാനും കഴിയും. വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര S പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതുപ്പള്ളിയിൽ വഴിയടച്ച് ബസ്സുകൾ നിർത്തുന്നത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. റോഡ് മുറിച്ചു കടക്കുന്നവർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. ഇതോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ബസ് ജീവനക്കാർക്ക് ബോധവൽക്കരണം നൽകി.
പുതുപ്പള്ളിയിൽ വഴിയടച്ച് ബസ് സ്റ്റോപ്പ്. പുതുപ്പള്ളി കവലയിൽ നിന്നും എള്ളുകാല പ്രദേശത്തേക്ക് പോകുന്ന പഞ്ചായത്ത് റോഡിന്റെ മുന്നിലാണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി നിർത്തുന്നത്. 17-ാം വാർഡ് എള്ളുകാലയിലെ ഈ പഞ്ചായത്ത് റോഡിലാണ് പുതുപ്പള്ളി പോസ്റ്റ് ഓഫീസ് ഉള്ളത്. പുതുപ്പള്ളി SNDP, മറ്റ് ആരാധനാലയങ്ങൾ, 200-ലധികം കുടുംബങ്ങൾ എന്നിവരെല്ലാം ഈ പഞ്ചായത്ത് റോഡിനെയാണ് ആശ്രയിക്കുന്നത്. റോഡ് പ്രധാന റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് സ്വകാര്യ ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തുന്നത്. ഇതേ തുടർന്ന് റോഡ് മുറിച്ചു കടക്കുന്നവർക്ക് അപകടങ്ങൾ നിത്യസംഭവമായി. ദിവസങ്ങൾക്ക് മുൻപാണ് എള്ളുകാലയിൽ താമസിച്ചിരുന്ന വീട്ടമ്മ അപകടത്തിൽ മരിച്ചത്. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. വാർഡ് മെമ്പർ ജിനു എള്ളുകാല, ബിനു വിജയൻ, ജോമോൻ KS, ജെയ്സൺ ഹരിലാൽ, വിഘ്നേശ്വർ എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച രാവിലെ ബസ് ജീവനക്കാരോട് വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. സമീപത്തുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ആരും തന്നെ നിൽക്കാറില്ല. മാസങ്ങൾക്ക് മുൻപ് തന്നെ വഴി തടസ്സപ്പെടുത്തുന്നതിനെതിരെ DYSPക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയൊന്നും എടുക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാരോടും ബസ് ജീവനക്കാരോടും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. ഇപ്പോൾ ഈ വാഹനങ്ങൾ മുഴുവൻ ഇവിടെ നിർത്തുന്നത് ഈ ഒരു ബസ് സ്റ്റോപ്പ് കേന്ദ്രത്തിലാണ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു 100-300ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു എള്ളുകാല ഭാഗത്ത്. അവിടെ ഒട്ടനവധി പ്രായമായവരും അതുപോലെ തന്നെ കിടപ്പ് രോഗികളും ഒക്കെ ഉള്ളൊരു പ്രദേശമാണ്. അവിടെ നിന്നും ഒരാൾക്കാർക്ക് ഒരു എമർജൻസി ആയിട്ട് ഞങ്ങൾക്കൊന്ന് കോട്ടയത്തിലേക്ക് തിരിയണമെങ്കിൽ ഈ വാഹനങ്ങൾ പലപ്പോഴും ഈ വഴി അടച്ചാണ് ബസ്സുകൾ വരുന്നത്. അപ്പോൾ 2-3 വണ്ടികൾ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ വഴിയിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ലാത്ത ഒരു രീതിയിലാണ് നിൽക്കുന്നത്. കോട്ടയം പോകുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് CPM എള്ളുകാല ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഇതിലെ വരുന്ന ബസ്സുകാരോടും അതുപോലെ ഇവിടെ തന്നെ ബസ് കാത്തിരിക്കുന്ന യാത്രക്കാരോടും ഒരു ചെറിയൊരു ബോധവൽക്കരണം ആണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബസ് സ്റ്റോപ്പിലേക്ക് വാഹനം കയറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രതിഷേധ സമരമാണ് ഇന്ന് ഞങ്ങളിവിടെ നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കുട്ടികളുടെ നിയമസാക്ഷരതാ പരിപാടി സംവാദ ശ്രദ്ധ നേടുന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിയമസാക്ഷരത നൽകുക എന്ന ലക്ഷ്യമാണ് പരിപാടിക്കുള്ളത്. കോട്ടയം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംവാദ കുട്ടികൾക്കായുള്ള നിയമസാക്ഷരതാ പരിപാടി ശ്രദ്ധേയമാകുന്നു. ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് 1987 പ്രകാരം ഗ്രാമീണ മേഖലയിൽ സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സൗജന്യമായി നിയമസഹായം ലഭ്യമാക്കുന്നതിനു വേണ്ടി ലക്ഷ്യമിടുന്നു. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾ നിയമസാക്ഷരത നൽകുന്നതിനായി ലീഗൽ ലിറ്ററസി ക്ലബ്ബുകൾ രൂപീകരിക്കുവാനും ഭരണഘടനാ മൂല്യങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, മനുഷ്യാവകാശം, റോഡ് സുരക്ഷ, വിവരാവകാശ നിയമം അടക്കം 12 വിഷയങ്ങളിൽ വിദഗ്ധരുടെ ക്ലാസുകൾ നൽകാനും നിർദ്ദേശിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കണ്ടെത്തി നിയമസാക്ഷരത നൽകി ഉത്തമ പൗരന്മാരാക്കി സമൂഹത്തിന് നൽകുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ കോടതിയുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാനും ജഡ്ജിമാർ, അഭിഭാഷകർ, മറ്റ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ എന്നിവരുമായി നേരിൽ സംവദിക്കാനുമുള്ള അവസരം കുട്ടികൾക്ക് നൽകുവാനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു. കുമരകം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലീഗൽ ലിറ്ററസി ക്ലബ്ബ് അംഗങ്ങളെ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ G. പ്രവീൺകുമാർ സ്വാഗതം ചെയ്തു. തുടർന്ന് ജീവിത നൈപുണ്യങ്ങളെ സംബന്ധിച്ച് കൗൺസിലർ സേതു ക്ലാസ് എടുത്തു. തുടർന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്ഷൻ ഓഫീസർ ഇൻചാർജ് R. അരുൺകൃഷ്ണയുടെ നേതൃത്വത്തിൽ ക്ലബ്ബ് അംഗങ്ങളെ കോട്ടയം കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന വിവിധ കോടതികളിൽ കൊണ്ടുപോയി കോടതി നടപടിക്രമങ്ങൾ നേരിൽ കാണിച്ച് പരിചയപ്പെടുത്തി. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റ് അലീഷ മാത്യു ഭരണഘടനാ മൂല്യങ്ങൾ, വിവിധ കോടതികളുടെ പ്രവർത്തനങ്ങൾ, സമൂഹവും കോടതിയും തമ്മിലുള്ള ബന്ധം എന്നീ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കോടതി സന്ദർശനം പുതിയ അനുഭവമാണ് നൽകുന്നതെന്ന് കുട്ടികൾ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ ബിയാട്രീസ് മരിയ, ഹെഡ്മിസ്ട്രസ് സുനിത, ലീഗൽ ലിറ്ററസി കോർഡിനേറ്റർമാരായ T. സത്യൻ, ആശ ബോസ്, ബിബിൻ തോമസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വ്യാപാരി ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വ്യാപാര ഭവൻ അങ്കണത്തിൽ പതാക ഉയർത്തി. അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക് പതാക ഉയർത്തി. സെക്രട്ടറി സാബു ജോർജ്, മറ്റ് വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്കറിയാം, ദേശീയ വ്യാപാരി ദിനമാണ്. രാജ്യമെമ്പാടുമുള്ള വ്യാപാരികൾ തങ്ങളുടെ ഒരു ദിനം എന്ന നിലയിൽ ഓഗസ്റ്റ് 9 ആഘോഷിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ വയനാട് ദുരന്തത്തിനോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ വ്യാപാരികൾ അതാത് സ്ഥലങ്ങളിൽ പതാക ഉയർത്തി മാത്രം ഈ ആഘോഷത്തെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളുടെ പൊൻകുന്നം മർച്ചന്റ് അസോസിയേഷൻ്റെ
ഈ ആഘോഷങ്ങളിൽ പതാക ഉയർത്തൽ എന്ന ചടങ്ങ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനാൽ എല്ലാ ഒന്നത്തെ മുഴുവൻ വ്യാപാരികൾക്കും ഈ വ്യാപാരി ദിനത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ കടമയിലേക്ക് പ്രവേശിക്കുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവിതം തകർന്നവർക്ക് സഹായഹസ്തമാകാൻ കോട്ടയം മൂലവട്ടം കടുവക്കുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും. വെള്ളിയാഴ്ച ഓട്ടോറിക്ഷ ഓടിച്ചു കിട്ടുന്ന വരുമാനം ഡിവൈഎഫ്ഐയുടെ ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് നൽകിയാണ് ഇവർ ദുരിതബാധിതർക്ക് കൈത്താങ്ങായത്. വയനാടിന് കൈത്താങ്ങാകുവാൻ ഡിവൈഎഫ്ഐ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് കീഴിലെ കൊല്ലാട് മേഖലയുടെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇതിന്റെ ഭാഗമാകാൻ കടുവാക്കുളം ജംഗ്ഷനിലെ 10 ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവരുടെ ഇന്നത്തെ വരുമാനം വയനാട് ദുരിതബാധിതർക്കായി മാറ്റിവെച്ചു. ഈ വാഹനത്തിന്റെ ഇന്നത്തെ വരുമാനം വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്ക് വേണ്ടി എന്ന ഫ്ലക്സ് ബോർഡുകൾ വാഹനങ്ങളിൽ തൂക്കിയിരുന്നു. നിരവധി പേരാണ് യാത്രാക്കൂലി കണക്കാക്കാതെ കൂടുതൽ പണം നൽകിയതായി ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. മാധവ്, വാവച്ചി, കൊച്ചൂസ്, കമല, ഗുരുവാഹിനി, കുറ്റിക്കാട്ടമ്മ തുടങ്ങിയ ഓട്ടോറിക്ഷകളാണ് ഇന്നത്തെ വരുമാനം വയനാട് ദുരിതബാധിതർക്കായി നൽകിയത്. ഇതിനായി സമയം നോക്കാതെയാണ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഈ ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തിയതും. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി 100 വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡേ മുനിസിപ്പൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നു. ഒരു സ്കൂളിന്റെ സ്പോർട്സ് ഡേയ്ക്കായി സിന്തറ്റിക് ട്രാക്ക് നൽകിയത് ശ്രദ്ധ നേടി. പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് ഡേ സെലിബ്രേഷൻ മുനിസിപ്പൽ സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ നടന്നു. ട്രാഫിക് SI സുരേഷ് കുമാർ കുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിക്കുകയും ദീപശിഖ തെളിക്കുകയും ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈജു കൊല്ലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം നഗരസഭാ ചെയർമാൻ ഷാജു വി തുരുത്തേൽ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് സ്കൂൾ കായിക മേളകൾക്ക് വീണ്ടും സെന്റ് സ്കൂളും സെന്റ് മേരീസും ഒക്കെ വീണ്ടും പഴയ പ്രതാപത്തിലുണ്ട്. പാലായുടെ പ്രതാപം എന്ന് പറയുന്ന കായിക രംഗത്ത് നമ്മൾ ഒന്നാമതാണ്. ആ രംഗത്ത് അത് പിടിച്ചു നിർത്താൻ സഹായിക്കുന്നതിനുള്ള നല്ല തലമുറകളെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു ചെറിയ സംരംഭമാണ് സ്കൂൾ മേളകൾ. മേളകളോട് മാത്രമല്ല, പരസ്പരം ഐക്യവും സ്നേഹം നടത്തുന്നതിനുള്ള ഒരു വലിയ കാര്യമാണ് ഇതുപോലുള്ള കലാകായികങ്ങൾ. വാർഡ് കൗൺസിലർ ബിജി ജോജോ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ബിൻസി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 25ഓളം ഇനങ്ങളിലായി 1000-ൽ പരം കുട്ടികൾ മേളയിൽ പങ്കെടുത്തു. ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന എയ്റോബിക് ഡാൻസ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, പാലാ. സ്വർണ്ണ വിപണിയിൽ ഉയർച്ച. പവന് ഒരു ദിവസം കൊണ്ട് 600 രൂപ വർദ്ധിച്ചു. ഇതോടെ പവന് 51,400 രൂപയായി. ഗ്രാമിന് 75 രൂപ കൂടി 6,425 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കഴിഞ്ഞ മാസം 26-ന് 50,400 രൂപയായി താഴ്ന്ന് ആ മാസത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് സ്വർണ്ണവില എത്തിയിരുന്നു. സക്ഷമയുടെ ഗൃഹസമ്പർക്കത്തിന്റെ ഭാഗമായി കോരുത്തോട് പനക്കച്ചിറ നിവാസി രാജശ്രീക്ക് ഊന്നുവടിയും ടെലിവിഷൻ സെറ്റും സമ്മാനിച്ചു. അമ്മ പണിക്ക് പോയി കഴിഞ്ഞാൽ പകൽ ഒറ്റയ്ക്ക് കഴിച്ചുകൂട്ടുന്ന രാജശ്രീക്ക് സമ്മാനമായാണ് സക്ഷമ ടെലിവിഷൻ സെറ്റ് നൽകിയത്. കോട്ടയം ജില്ലാ സമിതി പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി S ശ്രീജിത്ത് സാധനങ്ങൾ കൈമാറി. താലൂക്ക് സമിതി പ്രസിഡന്റ് സ്വപ്ന ശ്രീരാജ്, സെക്രട്ടറി PG ബിജു, സിമി, രമ ഹരീഷ്, രാജു ബിനിൽ, മുരളീധരൻ, ഗിരീഷ് KD, ഡിജു ചന്തു തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതിനായി കോട്ടയം മ്യൂസിക് ക്ലബ്ബ് ഗാനമേള നടത്തുന്നു. ശനിയാഴ്ച രാവിലെ പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിലാണ് ഗാനമേള നടക്കുന്നത്. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ദുരിതബാധിതർക്ക് നൽകും. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് സഹായം നൽകുവാൻ കോട്ടയം മ്യൂസിക് ക്ലബ്ബ് ഗാനമേള നടത്തും. കോട്ടയം തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് ആഗസ്റ്റ് 10-ന് രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെയാണ് സംഗീത പരിപാടി. ചലച്ചിത്ര സംവിധായകൻ ജയരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സംഗീത മേഖലയിൽ പ്രശസ്തരായ കലാകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു.
പരിപാടിയിൽ സമാഹരിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്നും സംഘാടകർ കോട്ടയത്ത് പറഞ്ഞു. KMC ഡയറക്ടർ സുരേഷ് ബാബു, ക്ലബ് സെക്രട്ടറി രജീന ആസിസ്, ഗിരീഷ് ആനി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: ചിറക്കടവ് പബ്ലിക് ലൈബ്രറിയും മുണ്ടക്കയം ന്യൂ വിഷൻ കണ്ണാശുപത്രിയും ചേർന്ന് 17-ാം തീയതി 9:30 മുതൽ 1 വരെ ലൈബ്രറി ഹാളിൽ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തും. രജിസ്ട്രേഷന് ഫോണ് 9455394592. എലിക്കുളം പഞ്ചായത്തും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് 13-ാം തീയതി 9 മുതൽ 1 വരെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തും. ഉരുളികുന്നം സൗഹൃദ പകൽ വീട്ടിലാണ് ക്യാമ്പ്. വനിതാ കമ്മീഷൻ ജില്ലാതല മെഗാ അദാലത്ത് 19-ാം തീയതി രാവിലെ 10 മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് സംഘം നഗരസഭയിലെത്തി രേഖകൾ പരിശോധിച്ചു. കോട്ടയം നഗരസഭയിൽ സാമ്പത്തിക അഴിമതിയെന്ന് പ്രതിപക്ഷം. ചെയർപേഴ്സണെ ഉപരോധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ. വയനാട് പാഠം. ദേശീയ പ്രകൃതി ദുരന്ത ദ്രുതകർമ്മസേനയ്ക്ക് രൂപം നൽകണമെന്ന് ജോസ് കെ മാണി MP. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.